എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മൂത്ത മോൻ്റെ ജന്മനക്ഷത്ര ദിവസത്തേതും അതായത് പിറന്നാൾ ദിവസത്തേതും പിന്നെ ബർത്ത്ഡേക്ക് അവൻ്റെ ഫ്രണ്ട്സ് വന്ന് സർപ്രൈസ് കൊടുത്തതുമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് ബർത്ത്ഡേ ദിവസമല്ല അവർ വന്ന് സർപ്രൈസ് കൊടുത്തത്, ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊരു ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇതിനകത്തുള്ളത്. പിറന്നാളും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി കേട്ടോ, വീഡിയോ ഇപ്പോഴാണ് ഇടുന്നതെന്നേ ഉള്ളൂ. അവൻ്റെ കൂട്ടുകാരിവിടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലെ സർപ്രൈസ് കൊടുക്കുന്നുള്ളത് അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടത് അവന് ഭയങ്കര സന്തോഷമായി. എന്തായാലും മക്കളെല്ലാവരും കൂടെ അന്ന് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഇതിലിപ്പം പാചകം ചെയ്യുന്നതൊന്നും തന്നെ കാണിച്ചിട്ടൊന്നുമില്ല. അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അവന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മോര് കറിയും പിന്നെ വൻപയർ ഒരു ഉപ്പേരി പോലെ ആക്കി, പിന്നെ പപ്പടം, പിന്നെ പാലട പായസമാണ് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത്. പാലട പായസം ഉണ്ടാക്കി. പിന്നെ വഴുതനങ്ങ എടുത്തിട്ട് കീറിയിട്ട് അതിനുള്ളിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തും കൊടുത്തു. അവൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിറന്നാൾ ദിവസം മോര് കറിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പാലട പായസവും മാത്രം മതി. അതേപോലെ ബർത്ത്ഡേ ദിവസം കേക്കൊന്നും വാങ്ങിക്കണ്ടെന്നും അവൻ പറഞ്ഞു. കേക്ക് മുറിക്കാൻ അങ്ങനെ താല്പര്യമില്ല എന്ന് തന്നെ അവൻ പറഞ്ഞു. പിറന്നാൾ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നും പറഞ്ഞു. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു വീക്കെൻഡിൽ കൂട്ടുകാർ വന്ന വീഡിയോ ആണിത്. കൂട്ടുകാരിലാരോ പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണിത്. ചെറിയ മോനായിരുന്നു വന്ന് വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നത്. അവർ പ്രതീക്ഷിച്ചത് മൂത്ത ആളെ ആയിരുന്നു തോന്നുന്നു, പക്ഷെ വന്നത് ചെറിയ മോനായിരുന്നു വന്ന് വാതിൽ തുറന്നത്. എന്താ പറയാ അവര് ഫോമും അതേപോലെ ഒരു കേക്കും ഒക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള കേക്ക് മുറിച്ചു. അത് കഴിഞ്ഞ് പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്തായാലും എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു ഇതുണ്ടായിരുന്നു, നല്ല സന്തോഷമായി. അവർ വൈകുന്നേരം ഒരു 6:30-7 മണി സമയമായപ്പോഴാണ് റൂമിലെത്തിയത്. അന്നാണെങ്കിൽ എനിക്ക് പനിയും തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഇവർ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മോൻ നാട്ടിലേക്ക് പോവുകയാണ്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയാണ്. മോൻ എന്തായാലും നാട്ടിലാണ് ഇനി +1 മുതൽക്ക് ചേരുന്നത്. അപ്പം മോൻ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതും കൂടെ ഉണ്ട് ഈ ഒരു ബർത്ത്ഡേൻ്റെ പ്രത്യേകത. കാരണം എല്ലാവരും കൂടെ ഒത്ത് കൂടുന്നൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നു എല്ലാവരും കൂടെ അതൊന്ന് പ്ലാൻ ചെയ്തത്. ബർത്ത്ഡേ ദിവസം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല, കാരണം പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്നിട്ടില്ല ബർത്ത്ഡേ ദിവസം. അപ്പോൾ സർപ്രൈസ് തരാനായിട്ട് അവർ പിന്നെ വന്നതാണ്. എന്തായാലും വലിയൊരു സർപ്രൈസ് തന്നെ ആയി അത്. അവനത് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവന് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്നത്തെ ദിവസം ഇത്രയും നല്ലൊരു സന്തോഷമാക്കി തീർത്ത എല്ലാ മക്കൾക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.